ആദ്യത്തെ ന്യൂസ്, ബക്കു ടേൺസ് റൺസ് ഇൻ ടു ഓവർ ടൈം ആമിഡ് റോ ഓവർ ക്ലൈമറ്റ് ഫിനാൻസ്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ UNFCC COP29 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അസർബൈജാനിൽ. അപ്പം ഇന്നലെയായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. അപ്പം അതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്യുന്ന ഒരു ന്യൂസാണ്. ബട്ട് നമ്മളിപ്പം ഇന്നലെയൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു, അതിന്റെ ഫൈനാൻഷ്യൽ മെഷേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ബട്ട് ഇപ്പം ഞാൻ ഇത് എടുത്തിരിക്കുന്നതിന്റെ റീസൺ, ആ ലൊക്കേഷൻ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബക്കു എവിടെയാണ്, അസർബൈജാൻ എവിടെയാണ്, അതിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ, അതിന് ചുറ്റുമുള്ള ഒരു സീ ഉണ്ട്. അപ്പം അതൊക്കെ ഏതാണെന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമുക്ക് ലൊക്കേഷൻസ് UPSC പ്രിലിംസിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതറിഞ്ഞിരിക്കുക. ഓക്കെ. ദെൻ അസർബൈജാൻ, ബക്കു എന്ന് പറയുന്നത് അസർബൈജാന്റെ ക്യാപിറ്റൽ ആണ്. അതൊരു കോസ്റ്റൽ സിറ്റിയാണ്. കാസ്പിയൻ സീന്റെ തീരത്തുള്ള കോസ്റ്റൽ സിറ്റിയാണ് ബക്കു എന്ന് പറയുന്നത്. 4 കൺട്രീസ് ആണ് അസർബൈജാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഇറാൻ, അർമേനിയ, ജോർജിയ ആൻഡ് റഷ്യ. 4 കൺട്രീസും പിന്നെ കാസ്പിയൻ സീയും. അപ്പം ഇത് ജസ്റ്റ് ഇത്രയും അറിഞ്ഞിരിക്കുക. ബക്കു എന്നത് ഒരു കോസ്റ്റൽ സിറ്റി ആണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഓക്കെ. ദെൻ ഇവിടെയാണ് കാസ്പിയൻ സീ ഉള്ളത്. അതായത് നമ്മുടെ ബ്ലാക്ക് സീയുടെയൊക്കെ ഈസ്റ്റും ഒക്കെ ആയിട്ട് വരുന്നതാണ്. സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് ആണ് ഇതുള്ളത്. അതിന്റെ വെസ്റ്റ് ആയിട്ടാണ് കാസ്പിയൻ സീ വരിക. അതിന്റെയും വെസ്റ്റിലാണ് അസർബൈജാൻ ഉള്ളത്. അപ്പം ആ ഒരു ബേസിക് ലൊക്കേഷൻ ഐഡിയ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ. ദെൻ ഇവിടെയാണ് നമ്മുടെ പേർഷ്യൻ ഗൾഫ് ഉള്ളത്. അതിന്റെ നേരെ നോർത്തിലായിട്ടാണ് കാസ്പിയൻ സീ ഉള്ളത്. ദെൻ കാസ്പിയൻ സീന്റെ ബോർഡർ സ്റ്റേറ്റും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം ഈ സമയത്ത്. ജസ്റ്റ് ഒരു 5 സ്റ്റേറ്റേ ഉള്ളൂ. അപ്പം അതൊന്ന് അറിഞ്ഞിരിക്കുക. ക്രൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കോഡാണ്. നമ്മൾ കോഡ് വെച്ചിട്ടാണ് ബോർഡേഴ്സ്, സീന്റെ ഒക്കെ ബോർഡേഴ്സ് പൊതുവെ പഠിക്കാറ്. അപ്പം കാസ്പിയൻ സീന്റെ ഒരു എന്താ പറയാ, അതിന്റെ കോഡ് എന്ന് പറയുന്ന ക്രൈറ്റ് ആണ്. അപ്പം 5 കൺട്രീസ്, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കസാക്കിസ്ഥാൻ, റഷ്യ, അസർബൈജാൻ, ഇറാൻ ആൻഡ് തുർക്ക്മെനിസ്ഥാൻ. ഇതാണ് തുർക്ക്മെനിസ്ഥാൻ, കസാക്കിസ്ഥാൻ, റഷ്യ, അസർബൈജാൻ ആൻഡ് ഇറാൻ. 5 കൺട്രീസ്. അപ്പൊ അതിന്റെ ക്യാപിറ്റൽസ് ആണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. കസാക്കിസ്ഥാന്റെ ക്യാപിറ്റൽ അസ്താന, റഷ്യ എല്ലാവർക്കും അറിയുന്ന പോലെ മോസ്കോ, ദെൻ അസർബൈജാൻ നമ്മളിപ്പം UNFCC COP29 നടക്കുന്നതുകൊണ്ട് അറിയാം, ബക്കു, ദെൻ ഇറാൻ തെഹ്റാൻ, എപ്പോഴും ന്യൂസ് വരുന്നതാണ്. പിന്നെ തുർക്കമെനിസ്ഥാൻ അഷ്ഗബാദ്, അതാണ് അതിന്റെ ക്യാപിറ്റൽ. സോ ഇത്രയും 5 കൺട്രീസും കാസ്പിയൻ സീയും അതിന്റെ ബോർഡർ സ്റ്റേറ്റും ഈവൻ അസർബൈജാന്റെ ബോർഡർ സ്റ്റേറ്റും നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പം അത്ര ഒരു ഓവറോൾ ജിയോഗ്രഫിക്കൽ ഐഡിയ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. സോ ഈ ന്യൂസ് കൊണ്ട് നമുക്ക് അങ്ങനെ ആയിരിക്കണം റിവിഷൻ നടക്കേണ്ടത്. അടുത്ത ന്യൂസിലേക്ക് പോകാം. SC to take poll on easing grab for crabs in capital on November 25. Graded response action plan. ഇതൊരു എന്താ പറയുക, ഒരു എമർജൻസി മെഷറാണ്, മെഷർമെന്റ്സ് ആണ്. നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ ഡൽഹിയിൽ ഒരുപാട് എയർ ക്വാളിറ്റി പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇമ്പോസ് ചെയ്യുന്ന ഒരു എന്താ പറയാ ആക്ഷൻ പ്ലാൻ ആണ് ഗ്രാപ്പ് എന്ന് പറയുന്നത്. അപ്പം അത് ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അതിന് എത്ര സ്റ്റേജസ് ഉണ്ടെന്നുള്ളതും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. എപ്പോഴും ന്യൂസ് വരുന്ന കാര്യമാണ്. ഓക്കെ. ദെൻ ഇതിൽ ന്യൂസിൽ വരുന്നത് ഇപ്പം എന്താ പറയാ, ഗ്രേഡ് 2 ലെവലിലേക്ക് നമ്മുടെ ഡൽഹിയുടെ എയർ ക്വാളിറ്റി താഴേക്ക് വന്നിട്ടുണ്ട്. അത് പ്യൂർ ആയിട്ടുണ്ട്. സോ ഗ്രാഫ് 4 എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പം അതിൽ നിന്ന് ഒരു റിലീവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലീ ആണ് സുപ്രീം കോടതി ഓൺ കോളിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ. Then graded response action plan GRAP. എന്താണ് സംഭവം? It is a set of emergency measures that kick in to prevent further deterioration of air quality once it reaches a certain threshold in the Delhi capital region. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഡൽഹിയുടെ ക്യാപിറ്റൽ, അതായത് ഡൽഹി NCR റീജിയൻ, അത് ഡൽഹി മാത്രമല്ല അതിന് ചുറ്റുള്ള റീജിയൻസിലെ എയർ ക്വാളിറ്റീസ്, നമ്മൾ ഇന്നലെ പഠിച്ച എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ഭയങ്കര സിവിയർ ആയിട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആക്ഷൻ പ്ലാൻസ് ആണ്. ഒരു 4 സ്റ്റേജസ് ആയിട്ടാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് അടുത്ത സ്ലൈഡിൽ വരും, അന്നേരം പഠിക്കാം. ഓക്കെ. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഈസ് ഓവർസീസ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗ്രാപ്പ്. അതായത് ഈ കമ്മീഷനാണ് ഗ്രാപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അതിനെ ഓവർസീ ചെയ്യുന്നതും. ഇത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്മീഷനാണ്. ഓക്കെ. ദെൻ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ നാഷണൽ ക്യാപിറ്റൽ NCR ആൻഡ് അഡ്ജേണിംഗ് ഏരിയ ആക്ട് 2021. അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അണ്ടർ നേരത്തെ പറഞ്ഞ പോലെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ദെൻ അതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത് പല പല സ്റ്റേറ്റ്സിലെയും സെക്രട്ടറീസും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അതിന്റെ കോമ്പോസിഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് അത് ആരുടെ കീഴിലാണ്, അതെന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ആണോ അല്ലയോ എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ. അപ്പം ഇപ്പൊ പഠിച്ച പോലെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ഓർത്തിരിക്കുക. 2021 ആക്ടിന്റെ അണ്ടറിൽ വരുന്നതെന്ന് ഓർത്തിരിക്കുക.
ദെൻ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഗ്രാഫ്. ഏതൊക്കെയാണ് സ്റ്റേജ്? ഞാൻ നേരത്തെ പറഞ്ഞു 4 സ്റ്റേജ് ആണുള്ളത്. ദെൻ സ്റ്റേജ് 1 പുവർ എയർ ക്വാളിറ്റി. ഡൽഹി എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം 201 to 300 നമ്മൾ ഇന്നലെ പഠിച്ച എന്താ പറയാ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 5 സ്റ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ 5 ഇതുണ്ട്. അതിന് പ്രകാരം 201 to 300 പ്രകാരം സ്റ്റേജ് 1 വരുമ്പോൾ പുവർ ക്വാളിറ്റി വരും. ദെൻ സ്റ്റേജ് 2 വരുമ്പോൾ വെരി പുവർ 301 to 400. Then stage 3 വരുമ്പോൾ 401 to 450 and stage 4 450 above. അതായത് നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് മാക്സിമം 0 to 500 ആണ് അതിന്റെ സ്കെയിൽ വരുന്നത്. അപ്പം 450 അബോവ് ആകുമ്പോഴത്തേനും സിവിയർ പ്ലസ് സ്റ്റേജിലേക്ക് അത് പോകും. സോ ആ ഒരു ഇമ്പോസിഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ആണ്, അല്ലെങ്കിൽ ആക്ഷൻ പ്ലാൻ ആണ് ഇപ്പം ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. അത് വീണ്ടും 2 കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം കോടതിയിൽ P വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് മോസ്റ്റ്ലി വിന്റർ സീസണിലൊക്കെയാണ് ഈ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ നടത്തുന്നത്. കാരണം നമ്മുടെ സ്റ്റെബേർഡ് ബേണിങ്ങിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്, അത് അഗ്രികൾച്ചർ റെസ്യൂഡ് ബേണിംഗ് ഒക്കെ വരുന്നത് ഈ സമയത്താണ്. അപ്പം അതാണ് മെയിൻലി നമ്മുടെ ഡൽഹിയിലെ എന്താ പറയുക അറ്റ്മോസ്ഫിയറിന്റെ ക്വാളിറ്റി എന്താ പറയുക ഡൗൺ ചെയ്യാനുള്ള ഏറ്റവും മെയിൻ റീസൺ ആയിട്ട് വരുന്നത്. അപ്പം അത് കുറയ്ക്കാനുള്ള മെഷേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പ്ലാൻസും ഇതിൽ വരും. അടുത്ത് ഇത് പഠിക്കണ്ട, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേജ് 1 എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഡീസൽ ആൻഡ് പെട്രോൾ വെഹിക്കിൾ, ഓവർ ഏജ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾ അവര് എന്താ പറയുക ഡൽഹി റീജിയനിലേക്ക് എൻട്രി ചെയ്ത് തടയുന്നതാണ്. ദെൻ സ്റ്റേജ് 2 വെരി പ്യൂർ ആണ്. അപ്പോൾ അതിൽ വരുമ്പം ഹോട്ട്സ്പോട്ട്സ് കണ്ടുപിടിക്കുക, മെയിൻലി എവിടെ നിന്നൊക്കെയാണ് പൊല്യൂഷൻ അല്ലെങ്കിൽ പൊല്യൂട്ടഡ് മെറ്റീരിയൽസ് വരുന്നത്. ദെൻ ഡീസൽ ജനറേറ്റേഴ്സ് ഒക്കെ ബാൻ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേജ് 2വിന്റെ ഇത്. സ്റ്റേജ് 3 എന്ന് പറയുന്നത് സിവിയർ ആണ്. സോ BS3 പെട്രോൾ ആംബിയൻസ് 4 നമ്മുടെ ഭാരത് സ്റ്റേജ് 6 ആണ് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു സ്റ്റാൻഡേർഡ് ആണ്. അപ്പം ഈ സ്റ്റാൻഡേർഡ് BS4 വരെയുള്ള സ്റ്റാൻഡേർഡ് ഉള്ള വെഹിക്കിൾസ് എല്ലാം ബാൻ ചെയ്യും. പിന്നെ ഫിസിക്കൽ ക്ലാസ്സസ് ഒക്കെ ബാൻ ചെയ്യും സ്കൂളിലെ. ദെൻ സിവിയർ പ്ലസ്, അതായത് നമ്മളിപ്പം പറഞ്ഞ ഗ്രേഡ് 4 ആണ് ന്യൂസിൽ വന്നിട്ടുള്ളത്. ഇതിൽ പ്രകാരം ഡൽഹിയിൽ 4 വീലേഴ്സ് പുറത്തുനിന്നുള്ള ഒന്നും എന്താ പറയുക എസ്പെക്ട് EV വെഹിക്കിൾ, ഇലക്ട്രിക് വെഹിക്കിൾ അല്ലാതെ ബാക്കി ഒന്നും എൻട്രി ചെയ്യിക്കാൻ അവര് സമ്മതിക്കില്ല. സോ അത്രത്തോളം സിവിയർ ആണ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. സോ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലീ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. എയർ ക്വാളിറ്റി കുറയുമ്പോഴത്തേനും വീണ്ടും അത് പഴയ പോലെ ഇത് തന്നെ ഇമ്പോസ് ചെയ്യപ്പെടും. സോ ഇതാണ് ആ 4 സ്റ്റേജും. 4 സ്റ്റേജിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. ഇത് ഓർമ്മയിൽ വെക്കേണ്ട ആവശ്യമില്ല. ബട്ട് എത്ര സ്റ്റേജ് ഉണ്ടെന്നുള്ളതും എന്ത് ബോഡിയാണ് എന്താ പറയുക നേരത്തെ പറഞ്ഞ CQM ഉള്ളതും എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. Then speaker should settle disqualification please in reasonable time. ഇത് പോളിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത ന്യൂസ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഡിസ്ക്വാളിഫിക്കേഷൻ എപ്പോഴും പ്രിലിംസിനായാലും മെയിൻസിനായാലും ഒക്കെ ചോദ്യം വരുന്ന ഏരിയാസ് ആണ്. അപ്പം ഡിസ്ക്വാളിഫിക്കേഷന്റെ സമയത്ത് സ്പീക്കറിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്ന ആന്റി ഡിഫഷൻ ലോയിലാണ്. അത് ആ സമയത്ത് എപ്പോഴും നമുക്ക് ന്യൂസിൽ വരുന്ന അല്ലെങ്കിൽ ആന്റി ഡിഫഷൻ ലോയുടെ ഏറ്റവും എന്താ പറയാ ഒരു നെഗറ്റീവായിട്ട് നമ്മൾ പറയുന്നത് സ്പീക്കർ ആണ് അതിന്റെ ഫൈനൽ അതോറിറ്റി. ബട്ട് സ്പീക്കർക്ക് ഒരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടില്ല, ഇന്ന സമയത്തിനുള്ളിൽ ആ ഡിസ്ക്വാളിഫിക്കേഷൻ പ്ലീ തീർക്കണം എന്നുള്ളത്. അപ്പം അത് പലപ്പോഴും കോടതി കയറാറുണ്ട്. അങ്ങനെ ഒരു വിധിയാണിത്. ഇപ്പം കോടതി പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ പ്ലീ റീസണബിൾ ടൈമിനുള്ളിൽ തീർക്കണം എന്നുള്ളതാണ്. ന്യൂസ് അല്ല നമുക്ക് ഇമ്പോർട്ടന്റ്. എന്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ ജസ്റ്റ് അത് അറിഞ്ഞിരിക്കുക. നമ്മൾ ഡിസ്ക്വാളിഫിക്കേഷൻ മീൻ ചെയ്യുന്നത് നമ്മുടെ മെമ്പേഴ്സിനെയാണ്. അപ്പൊ പാർലമെന്റ് ആയാലും സ്റ്റേറ്റ് അസംബ്ലീസ് ആയാലും അവരെ ആണ് ഡിസ്ക്വാളിഫൈ എന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് 4 പ്രൊവിഷൻസ് ഉണ്ട്. 3 കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും ഒരു ആക്ടുമാണ് ഡിസ്ക്വാളിഫിക്കേഷന് വേണ്ടി നമുക്ക് നമ്മുടെ രാജ്യത്തുള്ളത്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് സെപ്പറേറ്റ് പഠിക്കാം. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഏതൊക്കെ പ്രൊവിഷൻസ് ആണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നേരത്തെ പറഞ്ഞു 3 എണ്ണമാണ്. ആർട്ടിക്കിൾ 102 ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആണ് അത് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 191 ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. ഈ രണ്ടും വരും, അസംബ്ലീസും വരും, കൗൺസിൽസും വരും. ദെൻ 10th ഷെഡ്യൂൾ മൂന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആണ് ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ ആന്റി ഡിഫഷൻ ലോ. നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. 52nd അമെന്റ്മെന്റ് 1985 വന്ന ആന്റി ഡിഫഷൻ ലോ 10th ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ദെൻ RPI റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 ഒരു ആക്ടിന്റെ അണ്ടറിലും നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ പ്രൊവിഷൻസ് വരുന്നുണ്ട് ഈ ആക്ടിന്റെ അണ്ടറിൽ. സോ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണുള്ളത്. ആർട്ടിക്കിൾ 102 ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടിരിക്കുന്നതാണ്. ജസ്റ്റ് എന്തൊക്കെയാണ് ഗ്രൗണ്ട്സ് എന്നുള്ളത് മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് പാർലമെന്റ് മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ആർട്ടിക്കിൾ ആണ് 102 എന്നുള്ളത്. അതും ജസ്റ്റ് ഫാക്ച്വലി തന്നെ പഠിച്ചിരിക്കുക. ഓക്കെ, എന്തൊക്കെയാണ് ക്ലോസുകൾ അല്ലെങ്കിൽ ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത്? ഹോൾസ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്, അതായത് ഗവൺമെന്റ് അണ്ടറിൽ എന്തെങ്കിലും ഓഫീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ
ആ മെമ്പർ ഡിസ്ക്വാളിഫൈ ആവും എന്നുള്ളതാണ്. ഓഫീസ് ഓഫ് പ്രോഫിറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോയിലോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒട്ടും തന്നെ ഡിഫൈൻഡ് അല്ല, ബട്ട് വേറെ ഒരു ലോയിലായാൽ പോലും അത് ഡിഫൈൻഡ് അല്ല. അത് പിന്നീട് കോടതികളാണ് തീരുമാനിക്കുന്നത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആണോ അല്ലേ എന്നുള്ളത് ഒരു കേസ് വരുമ്പം. ഏറ്റവും ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് അണ്ടറിൽ എന്തെങ്കിലും സർവീസോ കാര്യങ്ങളും ആ മെമ്പർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അത് ശമ്പളം പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ. ദെൻ അൺസൗണ്ട് മൈൻഡ്, അതായത് ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി അയാള് സ്റ്റേബിൾ അല്ല എന്നുള്ള രീതിയിൽ ഏതെങ്കിലും കോടതി ഉത്തരവിട്ടാൽ അങ്ങനെയും ഡിസ്ക്വാളിഫൈ ആവും. ദെൻ ഇൻ അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ്, അതായത് എന്തെങ്കിലും ബാങ്ക് റെപ്സി കേസിലൊക്കെ പെട്ട് കിടക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയും ഡിസ്ക്വാളിഫൈ ആവാം. ദെൻ നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അതായത് വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ സിറ്റിസൺ അക്യൂർ ആണെങ്കിൽ നമ്മുടെ എന്താ സിറ്റിസൺഷിപ്പ് വോളണ്ടറി അല്ല, ഓട്ടോമാറ്റിക്കലി തന്നെ ഇതാവും, ഡിസോൾവ് ആവും ആസ് പെർ ആർട്ടിക്കിൾ 9. അപ്പം അത് പ്രകാരം എന്തെങ്കിലും ആ മെമ്പർ സിറ്റിസൺ ആവാതിരുന്നാൽ അങ്ങനെയും ഡിസ്ക്വാളിഫൈ ആവും. ദെൻ ഡിസ്ക്വാളിഫൈഡ് ബൈ ഓർ അണ്ടർ എനി ലോ മെയ്ഡ് ബൈ പാർലമെന്റ്, പാർലമെന്റിന് ഏതെങ്കിലും ഒരു ലോ ഉണ്ടാക്കുവാണെങ്കിൽ അതിന്റെ ബേസിസിലും നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ വരും. ഈ ക്ലോസ് 2 വരുന്നത് ആന്റി ഡിഫഷൻ ലോയെ കുറിച്ചാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ തന്നെ പറയാം. ഇത്രയാണ് 102 പറയുന്നത്. ഈവൻ 191 ദ സെയിം പ്രൊവിഷൻ ആണ്, ബട്ട് റിലേറ്റഡ് ടു സ്റ്റേറ്റ് അസംബ്ലീസ് ആണ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ, രണ്ടിലും സെയിം പ്രൊവിഷൻസും സെയിം ഗ്രൗണ്ട്സ് ആണ്, പക്ഷെ രണ്ട് ഡിഫറെന്റ് മെമ്പേഴ്സിനാണെന്നേ ഉള്ളൂ. ആദ്യത്തെ 102 എന്ന് പറയുന്ന പാർലമെന്റും 191 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് എന്നുമാണ്. ഓക്കെ. ദെൻ 10 ഷെഡ്യൂൾ, ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഗ്രൗണ്ട് ഓഫ് ഡിഫഷൻ. അതായത് 10 ഷെഡ്യൂൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഡ് ചെയ്ത് 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1985 ഓക്കെ. അത് വന്നതെന്ന് വെച്ചാൽ എന്താ പറയാ, നമുക്കിപ്പം ആ ഒരു സമയത്ത് ഇപ്പം ജയിച്ചു കഴിഞ്ഞാൽ കൂറുമാറ്റം, ഈ മലയാളത്തിൽ പറഞ്ഞ കൂറുമാറ്റം, പാർട്ടി മാറി വേറെ പാർട്ടിയിലേക്ക് പോവുക. അപ്പം ഗവൺമെന്റ്സും കാര്യങ്ങളൊക്കെ എന്താ പറയാ വോട്ടിംഗ് അതായത് പാർലമെന്റിൽ അല്ലെങ്കിൽ അസംബ്ലീസിൽ എന്താ പറയാ മെജോറിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റാതെ താഴെ പോകുന്ന സിറ്റുവേഷൻസ് കുറെ വന്നപ്പം ഒരു ലോ കൊണ്ടുവന്നാണ്. ആ ലോനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആഡ് ചെയ്തിരിക്കുന്ന 10 ഷെഡ്യൂളിന്റെ അണ്ടറിലാണ്. ഓക്കെ. സോ അങ്ങനെയാണ് 1985 അത് വന്നത്. ദെൻ അത് പ്രകാരം ഇൻഡിവിജ്വൽസ്, അതായത് ഒരു വ്യക്തി മാറുവാണെങ്കിൽ അത് കൂറുമാറ്റമായിട്ട് മാറും, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാറുവാണെങ്കിൽ അത് കൂറുമാറ്റമായിട്ട് മാറില്ല. ബട്ട് അതിൽ ഒരു കണക്ക് പറയുന്നുണ്ട്. ആസ് പെർ 1985 1/3 ആണ് ആ ഒരു ഇത് പറഞ്ഞത്. ഇപ്പം ഒരു പാർട്ടിയുടെ 1/3 മെമ്പേഴ്സ് വേറൊരു പാർട്ടിയിലേക്ക് മെർജ് പോവുകയാണെങ്കിൽ അത് ഒരിക്കലും ഡിഫഷൻ ആയിട്ട് മാറില്ല എന്നതാണ് 1985 ആക്ട് വരുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബട്ട് 91st കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആഫ്റ്റർ 2003 എന്ന് പറയും, ആ സമയത്ത് നമ്മൾ ഈ 1/3 എന്നുള്ളത് 2/3 ആക്കി. 2/3 മെമ്പേഴ്സ് അതായത് വേറെ പാർട്ടിയിലേക്ക് പോയാൽ മാത്രമേ അത് എന്താ ഡിഫഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കത്തുള്ളൂ. 1/3 ആണെങ്കിലും നമ്മൾ കണക്കാക്കും. കാരണം 1/3 ആണെങ്കിൽ ഇപ്പം 3 പേരാണെങ്കിൽ ഒരാൾ പോയാൽ തന്നെ അത് വീണ്ടും ഡിഫഷൻ ആയിട്ട് മാറും. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 2003 91st കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിൽ 2/3 എന്ന രീതിയിൽ നമ്മൾ അത് മാറ്റിയത്. ഇതേ അമെന്റ്മെന്റിൽ തന്നെയാണ് നമ്മുടെ മിനിസ്ട്രീസിന്റെ ഒക്കെ ഓവറോൾ കപ്പാസിറ്റി 15% നമ്മൾ ഇൻക്ലൂഡിംഗ് CM നമ്മൾ മാറ്റിയതും ഇതേ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിലാണ്. അത് ജസ്റ്റ് അഡീഷണൽ ഫാക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ. ആന്റി ഡിഫഷൻ ലോയിൽ ഗ്രൗണ്ട്സ് എന്തൊക്കെയാന്നുള്ളതാണ്. ഇഫ് ആൻ എലക്ടഡ് മെമ്പർ വോളണ്ടറി ഗിവ് അപ്പ് ഹിസ് മെമ്പർഷിപ്പ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി, ഇപ്പം ഏതെങ്കിലും എലക്ടഡ് മെമ്പർ പെട്ടെന്ന് പാർട്ടി മെമ്പർഷിപ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അത് ഡിഫഷൻ ആയിട്ട് കൂട്ടും. ദെൻ if he votes or abstain from voting in such house contrary to any direction issued by his political party or anyone authorized to do so without obtaining prior permission, അതായത് ഇപ്പം ഏതെങ്കിലും അസംബ്ലീസിലോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നിയമസഭ തന്നെ എടുത്താലും ഏതെങ്കിലും ഒരു നോട്ട് അല്ലെങ്കിൽ എന്താ മോഷണോ കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മുടെ വിപ്പ് എന്ന് പറയുന്ന ആള് എല്ലാവർക്കും ഓരോ വിപ്പ് കൊടുക്കും. മീൻസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ പാർട്ടിക്ക് അനുസരിച്ച് ഇപ്പം LDF ആണെങ്കിൽ LDFന്റെ ഡിസിഷൻ എന്താണോ അതിനനുസരിച്ച് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു വിപ്പ് കൊടുക്കും. അപ്പൊ പക്ഷെ അതിനെതിരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഫഷനായിട്ട് മാറും എന്നുള്ളതാണ് ആന്റി ഡിഫഷന്റെ അണ്ടറിൽ വന്നിട്ടുള്ളത്. ബട്ട് അതിനൊരു ക്ലോസ് ഉണ്ട്. അങ്ങനെ ചെയ്തത് 15 ദിവസത്തിനുള്ളിൽ ആ പാർട്ടി ക്ഷമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് സ്പീക്കർക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് ആന്റി ഡിഫഷനിലേക്ക് കൂട്ടില്ല. ബട്ട് അങ്ങനെ ആ പാർട്ടി ചെയ്തില്ലെങ്കിൽ അതും ആന്റി ഡിഫഷനായിട്ട് തന്നെ വരും. ഓക്കെ, അത് ഓർത്തിരിക്കുക. If any independently elected members joins any political party,
സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുത്ത ആരെങ്കിലും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് അപ്പൊ തന്നെ ജോയിൻ ചെയ്താൽ അതും ഡിഫഷന്റെ ഭാഗമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ 2016 സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനിൽ PC ജോർജ് എലക്റ്റഡ് ആയിരുന്നു സ്വതന്ത്രനായിട്ട്. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റ് മെമ്പറാണ് പുള്ളി. അത് കഴിഞ്ഞ പാടെ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യുകയായിരുന്നെങ്കിൽ ആ മെമ്പർഷിപ്പ് അവിടെ ഡിസ്ക്വാളിഫൈ ആവും. ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കുക, അപ്പൊ ഓർത്തിരിക്കും. അതുകൊണ്ടാണ് if any nominated members joins any political party after the expiry of 6 months. ഇത് കുറച്ച് കോൺട്രവേഴ്സീസ് ആയിട്ടുള്ള ഗ്രൗണ്ട് ആണ്, ബട്ട് ഇതും ഗ്രൗണ്ട് ആയിട്ടാണ് നമ്മൾ പഠിക്കണം. ഇപ്പൊ നോമിനേറ്റഡ് മെമ്പേഴ്സ് എവിടെയായിരിക്കും നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉള്ള? രാജ്യസഭയിലാണ്. ലോക്സഭയിൽ ഉണ്ടായിരുന്നു, ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് 104 കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിൽ അത് മാറ്റി. ഇപ്പം ആംഗ്ലോ ഇന്ത്യൻസിന് നമുക്ക് നോമിനേഷൻ ഇല്ല ലോക്സഭയില്, ബട്ട് ഓൺലി ഇപ്പം നമുക്കുള്ളത് രാജ്യസഭയിലാണ് 12 പേര്. അപ്പം അതിൽ ആരെങ്കിലും നോമിനേറ്റഡ് ആയി വന്ന് പിന്നീട് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് 6 മാസത്തിന് ശേഷം ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിഫഷൻ വന്നിരിക്കും, അല്ലെങ്കിൽ കൂറുമാറ്റ നിയമപ്രകാരം മെമ്പർഷിപ്പ് ഡിസ്ക്വാളിഫൈഡ് ആകും എന്നുള്ളതും അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പം 6 മാസം മുന്നേ ഒരു നോമിനേറ്റഡ് മെമ്പേഴ്സിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സോ അതാണ് ഒരു കോൺട്രവേഴ്സ്യൽ ഗ്രൗണ്ട് ആയിട്ട് പലപ്പോഴും ആൾക്കാർ പറയുന്നത്, ബട്ട് പാർട്ട് ഓഫ് നിയമമാണ്. സോ നമ്മളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, then disqualification under representation of people at 1951. അതായത് നേരത്തെ പറഞ്ഞ 3 എണ്ണം കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആണെങ്കിൽ ഇത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ആണ്. ഇതിന്റെ അണ്ടറിലും കുറച്ച് ഗ്രൗണ്ട്സ് പറയുന്നുണ്ട്. നമ്മളിപ്പം ഇലക്ഷൻ കഴിഞ്ഞ പാടെയൊക്കെ കേൾക്കുന്ന ഗ്രൗണ്ട്സും അല്ലെങ്കിൽ കേസും കാര്യങ്ങൾ ഇലക്ഷൻ പെറ്റീഷൻസ് ഒക്കെ മെയിൻലി വരുന്നത് ഈ ആക്ടിന്റെ അണ്ടറിലുള്ള ഗ്രൗണ്ട്സിന്റെ വയലേഷന്റെ ബേസിലാണ്. ഓക്കെ, ഇലക്ഷൻ ഓഫൻസോ കറപ്റ്റ് പ്രാക്ടീസസോ ഇലക്ഷൻ സമയത്ത് നടത്തിയാൽ then imprisonment of 2 or more years except for the detention under a preventive detention. അതായത് ഇത് രണ്ടാമത്തെ ക്ലോസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇപ്പം നമ്മുടെ രാഹുൽ ഗാന്ധി ഒക്കെ കേസ് വന്നിട്ടുണ്ടായിരുന്നു, മോദി വേർഡ് പറഞ്ഞതിന്റെ പേരിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 2 year മോർ എന്താ പറയാ തടവാണ് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തത്. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി രാഹുൽ ഗാന്ധിയുടെ മെമ്പർഷിപ്പോടെ ഡിസ്ക്വാളിഫൈ ആയിരുന്നു. അപ്പം അത് വന്നിട്ടുള്ളത് RP ആക്ട് 1951 അണ്ടറിൽ ഗ്രൗണ്ട് പ്രകാരമാണ്. ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2013 ഈ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതായത് മുന്നേ നമുക്ക് അപ്പീലൊക്കെ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതില്ല. ഡയറക്ട്ലി ആ കൺവിക്റ്റഡ് ആയ അപ്പൊ തന്നെ ആ മെമ്പർ അവിടെ ഡിസ്ക്വാളിഫൈ ആവും. പ്ലസ് ആ 2 year ടേമും അത് കഴിഞ്ഞിട്ടുള്ള 6 വർഷത്തേക്കും ആ മെമ്പർ മത്സരിക്കാൻ ഡിസ്ക്വാളിഫൈ ആവും എന്നുള്ളത് അത്രയും സ്ട്രോങ് പ്രൊവിഷൻ ആണ്. അതായത് നമ്മുടെ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ഒക്കെ എന്താ പറയാ കൂടുതലുള്ള ഒരു രാജ്യമാണെന്ന് നമ്മൾ പറയും. മെയിൻസിനൊക്കെ ഈ ടോപ്പിക്ക് വരാറുണ്ട്. അപ്പൊ ആ സമയത്ത് അതിന് അഗനിസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊവിഷനാണ് ഇത്. അപ്പം അത് ഓർമ്മയിലുണ്ടാവണം. ഫെയിൽ ടു ലോഡ്ജ് ആൻ അക്കൗണ്ട് ഓഫ് ഹിസ് ഓർ ഇലക്ഷൻ എക്സ്പെൻസ് ടൈമിൽ അത് കൊടുത്തില്ലെങ്കിൽ ഇതാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റിന്റെ RP അണ്ടറിൽ വരുന്ന ചെറിയൊരു ഡെഫിനേഷൻ പോലെ വരുന്നത്. ഇസ് എ ഡയറക്ടർ ഓർ മാനേജിംഗ് ഏജന്റ് ഓർ ഹോൾഡ്സ് ആൻ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഇൻ എ കോർപ്പറേഷൻ വിച്ച് ഗവൺമെന്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 25% ഓഫ് ഷെയർ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു പ്രോഫിറ്റോ സാലറിയോ മേടിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഇരിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ ഡിസ്ക്വാളിഫൈ ആവും. ബട്ട് ഇവിടെ ഏതെങ്കിലും ഒരു കോർപ്പറേഷനിൽ അറ്റ്ലീസ്റ്റ് 25% ഷെയർ ഗവൺമെന്റിനുള്ള ഏതെങ്കിലും കോർപ്പറേഷനിൽ ഒരാൾ ജോലി അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓഫീസ് ഓഫ് പ്രോഫിറ്റിന് അണ്ടറിൽ വന്ന് ഡിസ്ക്വാളിഫൈ ആകും എന്നുള്ളതും അറിഞ്ഞിരിക്കാം. ഇതും ഈ രണ്ടാമത്തെ ക്ലോസും, അതായത് 2 year മോർ ഇംപ്രിസൺമെന്റ് എന്നുള്ള കേസും 2 ക്ലോസും ഇതിനകത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. then dismiss from government service or for corruption അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. then enmity between different groups, എന്താ ഗ്രൂപ്പുകളുടെ ഇടയിൽ ശത്രുത വളർത്താൻ പാകത്തിൽ എന്തെങ്കിലും ചെയ്താൽ then punish for preaching and practicing social crimes such as untouchability, dowry and sati. അതായത് സോഷ്യൽ ക്രൈംസ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ വളരെ വലിയ ഇലക്ഷൻ മത്സരിക്കാൻ പോലും പറ്റില്ല, അത്രത്തോളം സ്ട്രോങ് പ്രൊവിഷൻസ് കൊടുത്തിട്ടുള്ള ആക്ട് ആണ് RP 1951. അതിന്റെ ഗ്രൗണ്ട്സ് ആണ്, ഡിസ്ക്വാളിഫിക്കേഷന്റെ ഗ്രൗണ്ട്സ് ആണ് ഇത്. മറ്റത് 3 കോൺസ്റ്റിറ്റ്യൂഷനും ഇത് സ്റ്റാറ്റ്യൂട്ടറി ആണെന്നുള്ള ആ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക ബേസിക്കലി. ഓക്കെ, എന്താ പറയാ ഡയറക്ട്ലി UPSC ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ്. അപ്പൊ UPSC 2014 ചോദിച്ചു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷെഡ്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് റിഗാർഡിംഗ് ആന്റി ഡിഫഷൻ. നമുക്ക് ഇപ്പം പഠിച്ച പോലെ 10th ഷെഡ്യൂൾ ആണെന്ന് അറിയാം. അപ്പം വളരെ ഡയറക്ട്ലി UPSC ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിക്കാറുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ പോർഷൻ എന്നുള്ളത് കൊണ്ടും കൂടിയായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടത്. ദെൻ സെക്കൻഡ് ഷെഡ്യൂൾ നമ്മുടെ സാലറീസ് ആൻഡ് അലവൻസസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതാണ്. 5th എന്ന് പറയുന്നത് നമ്മുടെ ഷെഡ്യൂൾഡ് ഏരിയാസിനെ കുറിച്ച് പറയുന്നതാണ്. 8 ലാംഗ്വേജസ് ആണ്. സോ ജസ്റ്റ് അതൊന്നും ഓർത്തിരിക്കുക.
Then socialism in India means a welfare state, not a dictatorial dogma. CGI പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സഞ്ജീവ് ഖന്ന നമ്മുടെ പുതിയ CA ആണ്, 51st CA ആണ്. ഓക്കെ, അപ്പം അദ്ദേഹമാണ് ഈ കോട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മെയിൻസിനൊക്കെ ഈ നമ്മുടെ CGIയുടെയും PM-ന്റെ ഒക്കെ കോട്ട് മെൻഷൻ ചെയ്താൽ നമ്മുടെ ആൻസേഴ്സിൽ മാർക്ക് ഫെച്ച് ചെയ്യാൻ കാരണമാണ്. ഇപ്പം നമ്മുടെ സോഷ്യലിസം എന്നത് പറയുന്ന ഒരു കോൺട്രവേഴ്സീസ് ആണ്. അതായത് പ്രിയാമ്പിൾ നമ്മൾ സോഷ്യലിസം എന്ന വേർഡ് ആഡ് ചെയ്തത് നമ്മുടെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ശേഷം അല്ലെങ്കിൽ അഡോപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷന് ശേഷം 1976 ആ സമയത്ത് 42nd അമെന്റ്മെന്റിൽ പ്രിയാമ്പിൾ അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 വേർഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോഷ്യലിസം, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി എന്ന 3 വേർഡ് നമ്മൾ ആഡ് ചെയ്തു. അതിനകത്ത് സോഷ്യലിസം ആൻഡ് സെക്യുലർ എന്ന വേർഡ് ആഡ് ചെയ്തതിനെതിരെ ഉള്ളൊരു ഹർജിയിലാണ് നമ്മുടെ CGI ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, സോഷ്യലിസം എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യയുടെ സോഷ്യലിസം. സോ അതൊന്ന് അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. Okay, concept of socialism in India did not negate a participation of private players or negate individualism. അതായത് സോഷ്യലിസത്തിന്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓറിയന്റഡ് ബിസിനസ് ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് അവിടെ പ്രൈമായിട്ട് നിൽക്കുന്നത്. ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറോ അവിടെ ഉണ്ടാവില്ല, ഫുള്ളി പബ്ലിക് സെക്ടർ ആയിരിക്കും. പക്ഷെ ഇന്ത്യൻ സോഷ്യലിസം ഒരിക്കലും ഇൻഡിവിജ്വലിസ്റ്റിനെതിരെയോ അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടറിനെതിരെ നിന്നിട്ടില്ല എന്നാണ് CGI പറഞ്ഞിട്ടുള്ളത്. Then socialism here means a welfare states where should be the equality of opportunity for all. It has never prevented the private sector from thriving here. We have all benefited from the private sector. The idea of socialism runs through many articles of our constitution. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഇവിടുത്തെ സോഷ്യലിസം വെച്ച് പറയുകയാണെങ്കിൽ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് തന്നെ മീൻ ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടേഴ്സിനും അവിടെ ഡ്രൈവ് ചെയ്യാനുള്ള ചാൻസസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനെയാണ് മെൻഷൻ ചെയ്യുന്നുള്ളൂ. കാരണം ഇന്ത്യൻ എക്കണോമി ഇപ്പം മെയിൻലി റൺ ചെയ്യുന്നത് തന്നെ പ്രൈവറ്റ് സെക്ടേഴ്സിന്റെയും കൂടി പാർട്ടിസിപ്പേഷനിലാണ്. അപ്പോൾ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സോഷ്യലിസം എന്ന് പറയുന്നതും ഒരിക്കലും അതൊരു സ്റ്റേറ്റ് റൺ അല്ല എന്നുള്ളതാണ് ഇവിടെ CGI വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുള്ളത്. Firmly point out that socialism and secularism were the part of basic structure of constitution. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രീനെ കുറിച്ചും ഇവിടെ CGI മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ 1973 കേശവാനന്ദ ഭാരതി കേസിൽ വന്ന പോലെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രീൻ എപ്പോഴാണ് വന്നത്. അപ്പം വീണ്ടും സോഷ്യലിസവും സെക്യുലറിസവും എന്താ പറയാ നമ്മുടെ ബേസിക് സ്ട്രക്ചറിന്റെ പാർട്ടാണെന്ന് CGI എടുത്ത് പറഞ്ഞിട്ടും കൂടിയുണ്ട്. അപ്പം അതും കൂടി നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റും മെയിൻസിന്റെ ആൻസർ ഒക്കെ എഴുതുന്ന സമയത്ത്. സോ പ്രിയാമ്പിളിനെ കുറിച്ച് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ആ 2 അമെന്റ്മെന്റ്സ്, ഒരു അമെന്റ്മെന്റ്സും ബാക്കിയുള്ള പാർട്ടാണോ എന്ന് പറയുന്ന കേസുകളെ കുറിച്ചും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതാണ് അടുത്ത സ്ലൈഡ്സിൽ വരുന്നത്. പ്രിയാമ്പിൾ അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്ഷന് ശേഷം ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രിയാമ്പിൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ നോട്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 3 കേസുകളുണ്ട്. നമുക്ക് ഇപ്പോഴും ഈവൻ പ്രിലിംസിന് വേണമെങ്കിൽ ഡയറക്ട്ലി ചോദിക്കുകയും ചെയ്യാം. ആ സമയത്ത് ബീരുബാരി യൂണിയൻ കേസ് 1960 സുപ്രീം കോടതി പറഞ്ഞു നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, പ്രിയാമ്പിൾ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് 1960 പറഞ്ഞു. പിന്നെ കേശവാനന്ദ ഭാരതി കേസ് 1973 പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ LIC കേസ് 1995 ഇന്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വീണ്ടും ഒന്നും കൂടി എന്താ പറയാ നമ്മുടെ സുപ്രീം കോടതി ഉറപ്പിച്ച് പറയാണ് ചെയ്തത്. അപ്പൊ പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ചോദിച്ചാൽ അതിന്റെ 2 കേസുകളാണ്, കേശവാനന്ദ ഭാരതി കേസും LIC കേസ് ഓഫ് 1995. ജസ്റ്റ് അത് ഓർമ്മയിൽ ഉണ്ടാവണം. വളരെ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പം ഈവൻ UPSC അല്ലെങ്കിൽ മറ്റ് എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള കേസുകളാണ്, അറിഞ്ഞിരിക്കുക. Then can the preamble be amended? Okay, ഇതും കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്ന ശേഷമുള്ള ഈവൻ 76 അതായത് 42nd അമെന്റ്മെന്റ് വന്ന 1976 ശേഷം വന്നിട്ടുള്ള കേസായിരുന്നു. അതായത് പ്രിയാമ്പിൾ അമെന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇൻ കേസ് സുപ്രീം കോടതി 1973 പറഞ്ഞിട്ടുണ്ട് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രീനിന്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ പാർട്ടും നമുക്ക് അമെന്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ബേസിക് സ്ട്രക്ചറിനെ ഒരു തരത്തിലും അത് ബാധിക്കാൻ പാടില്ല എന്ന് 1973 കേശവാനന്ദ ഭാരതി കേസിൽ SC പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പ്രിയാമ്പിളും ആ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് ആയതുകൊണ്ട് തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പം അമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കോടതി പറഞ്ഞിട്ടുണ്ട്. Then അങ്ങനെ വന്നിട്ടുള്ള അമെന്റ്മെന്റ് ആണ് 42nd അമെന്റ്മെന്റ് 1976. സോഷ്യൽ, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി എന്ന 3 വേർഡ് നമ്മൾ പ്രിയാമ്പിൾ ആഡ് ചെയ്തു. Then socialist and secular were added between sovereign and democratic. നമ്മുടെ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ, അതായത് പ്രിയാമ്പിളിന്റെ തുടക്ക ഭാഗത്ത് പറയുന്നതാണ്. അതായത് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് സ്റ്റേറ്റ് ആണെന്ന് മെൻഷൻ ചെയ്യുന്ന പാർട്ടിലാണ് ഈ 2 വേർഡ് ആഡ് ചെയ്തിട്ടുള്ള. ദെൻ യൂണിറ്റി ഓഫ് നാഷൻ വാസ് ചേഞ്ച് ടു യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് നാഷൻ എന്നും കൂടി നമ്മൾ അവിടെ
ആഡ് ചെയ്തു. ഇതാണ് മെയിൻലി പ്രിയാമ്പിൾ വന്നിട്ടുള്ള അഡീഷൻസ് എന്ന് പറയുന്നത്. ആ 3 വേർഡും ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കുക. ദെൻ ഒറ്റ പ്രാവശ്യം പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് 1976 42nd അമെൻഡ്മെന്റിലാണ്. ദെൻ എംപോസിനെ കുറിച്ച് എപ്പോഴും ന്യൂസിൽ വരാറുണ്ട്. ബട്ട് അന്നേരം വരുമ്പം ഡിസീസിനെ കുറിച്ചൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോളജ്, എന്ത് ടൈപ്പ് ഡിസീസ് ആണ്, അതെവിടെയാണ് ആദ്യം ഒറിജിനേറ്റ് ചെയ്തത്, സോ അതിന്റെ എന്താ പറയുക ട്രാൻസ്മിഷൻ ഒക്കെ എങ്ങനെയാണെന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോളജ് ന്യൂസിൽ വരുന്ന ഡിസീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ എംപോക്സ് ഇപ്പം ഭയങ്കര വളരെ കൂടുതലായിട്ട് ന്യൂസിൽ വരാറുണ്ട്. ഇപ്പം ഇത് വേൾഡിൽ ന്യൂസ് ജനീവ എന്നുള്ള ന്യൂസാണ്. സോ ജനീവ എന്ന് പറയുന്നത് നമ്മുടെ WHO ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള സ്ഥലമാണ്. അപ്പൊ ആ ഫാക്റ്റും കൂടി അറിഞ്ഞിരിക്കുക. സോ അതുകൊണ്ടാണ് ജനീവ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എംപോസ് അല്ലെങ്കിൽ മങ്കി പോസ് നമ്മൾ പറയും. ഇറ്റ്സ് എ സൂനോട്ടിക് ഡിസീസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സൂനോട്ടിക് ഡിസീസ് ആണ്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടർന്ന ഡിസീസ് ആണ്. അറിഞ്ഞിരിക്കുക. 1970s കോങ്കോയിലാണ് ആദ്യം അത് വന്നിട്ടുള്ളത്. 2 ടൈപ്പ് ഓഫ് മങ്കി പോസ് വൈറസ് ഉണ്ട്. അതിൽ ക്ലാഡ് 1 ക്ലാഡ് 2 എന്ന് പറയുന്ന ടൈപ്പാണ്. ഡയറക്റ്റ്ലി വേണമെങ്കിൽ UPSC ചോദിക്കാം ക്ലാഡ് 1 ആൻഡ് ക്ലാഡ് 2 ടേംസ് ഇസ് റിലേറ്റഡ് ടു വാട്ട് എന്നൊക്കെ ഡയറക്റ്റ്ലി വേണമെങ്കിൽ ചോദിക്കാം. അപ്പം അത് മങ്കി പോസ് വൈറസിന്റെ 2 ഡിഫറൻസിയേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. ദെൻ കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത് സ്കിൻ റാഷസും ആണ്. പിന്നെ നമ്മുടെ നോർമൽ ഫീവറും ഹെഡേക്കും കാര്യങ്ങളൊക്കെ 2-4 വീക്ക് അത്ര നീണ്ടു നിൽക്കുന്ന സിംറ്റംസും നമ്മൾ കാണിക്കാറുണ്ട്. ഓക്കെ, ദെൻ ഡയറക്റ്റ് കോണ്ടാക്ട് ആണ് ട്രാൻസ്മിഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത്. സോ ഹ്യൂമൻ ഡയറക്ട്ലി കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്, ചാൻസസ് ഉണ്ടെന്നുള്ള. ട്രീറ്റ്മെന്റ്, നോ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്സ്, അതായത് വാക്സിനോ കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല. ഈ നമ്മുടെ സ്മോൾ പോക്സിന്റെ ഒക്കെ വാക്സിൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ടൊന്നും വന്നിട്ടില്ല. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് വാക്സിനും ഇല്ല. അപ്പം സ്മോൾ പോക്സിന്റെ ഒക്കെ അത് യൂസ് ചെയ്യാറുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ബട്ട് ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേസ് എന്ന് പറയുന്നത് നോ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്സ് ആർ അവൈലബിൾ ഫോർ ദിസ് ഡിസീസ്. അപ്പം എന്താ പറയുക, വരുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് എപ്പോഴും അലേർട്ട് ആയിട്ട് ഇരിക്കാൻ WHO എപ്പോഴും ന്യൂസിൽ പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അത്രയും ബേസിക് ഐഡിയ ഒരു ഡിസീസിനെ കുറിച്ച് അറിഞ്ഞിരുന്നാൽ മതി. കാരണം ഇപ്പൊ ഡയറക്റ്റ്ലി വേണമെങ്കിൽ ചോദിക്കാം സൂണോട്ടിക് ആണോ അല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പം അത് അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഓക്കെ, ദെൻ ഒരു എഡിറ്റോറിയലാണ് എസ്റ്റിമിസ് വൈറസിനെ കുറിച്ചൊരു എഡിറ്റോറിയലാണ്. ഇപ്പം ഇതിനകത്ത് ഫാക്ച്വലി പഠിക്കാന്നുള്ള ഒരു കൺസെപ്ഷലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ GS പേപ്പർ 3 ഇന്റേണൽ സെക്യൂരിറ്റിയിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പഠിക്കേണ്ടതാണ്. അപ്പം നമുക്കിപ്പം ഇത് ഫുള്ള് പറഞ്ഞു തരാനുള്ള സമയമില്ല. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഇതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ എക്സ്ട്രീമിസം എന്നൊക്കെ കേൾക്കുന്നത് ഒരു ലെഫ്റ്റ് വിങ് അപ്രോച്ച് ആയിട്ടാണ്. പക്ഷെ ഇതിലത് പറയുന്നത് ഇപ്പം പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം അത് റൈറ്റ് വിങ് അപ്രോച്ചിലേക്ക് മാറിയിട്ടുണ്ട്. അതിന് മുമ്പ് ലെഫ്റ്റ് വിങ് കാർ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഒക്കെയാണ് എക്സ്ട്രീമിസം കൂടുതൽ ചെയ്യുന്നത്. ഈവൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ശേഷം കമ്മ്യൂണിസം ചെയ്യാറുണ്ട്. ബട്ട് ഇപ്പൊ റീസെന്റ് അത് റൈറ്റ് വിങ്ങിലേക്കും കൂടി ആഡായി വരുന്നുണ്ട്, ലെഫ്റ്റ് ടു റൈറ്റ് വിങ്ങിലേക്ക് ആഡായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു എൻ്റെ ആർട്ടിക്കിളിന്റെ ക്രസ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അതിന്റെ കുറച്ച് ആ മാറ്റത്തിന്റെ കുറച്ച് എന്താ പറയാ നമ്മുടെ കേരളത്തിലൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് അവർ എക്സാമ്പിൾസും തന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വായിക്കുക എന്നുള്ളത്. ഫാക്ച്വലി ഇതിനകത്തൊന്നും ഈ ആർട്ടിക്കിളിൽ ഒന്നും പറയുന്നില്ല. കൺസെപ്ഷലി ജസ്റ്റ് എന്താ സംഭവം എന്നുള്ളത് അറിഞ്ഞിരിക്കാൻ വായിച്ചിരിക്കണം നിർബന്ധമായിട്ട്. പിന്നെ ബാക്കി എന്ന് പറഞ്ഞ ആന്റി ഡിഫിഷനും കാര്യങ്ങളൊക്കെ ബേസിക്കലി വളരെ വളരെ പ്രിലിംസിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതിന്റെ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുക, എന്തൊക്കെയാണ് പ്രൊവിഷൻസ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ വീണ്ടും ഒന്ന് നോക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.